ഇന്ന് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് മിസ്റ്റർ ബ്ലൂ. ഇതിൽ എഴുതിയിട്ടുള്ളത് ഫോർ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതും കൂടി നമുക്കൊന്ന് പരീക്ഷ നോക്കേണ്ടത് കേട്ടോ. മൈ ഫാമിങ്ങിലെ അപ്ഡേഷൻസാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ pH കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മോർട്ടാലിറ്റികളൊക്കെ നമ്മളുടെ ഫാമിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഗപ്പികൾക്കൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഫുൾ റെഡാണ്. ഫുൾ റെഡിൻ്റെ ടാങ്കിലും ഇന്ന് നമുക്കൊരു മോർട്ടാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ടെട്രാസൈക്കിളിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ഹാപ്പി ന്യൂസും കൂടി ഇവിടെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ റെഡ് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് വേറെ ടാങ്കിലേക്ക്, അതായത് വേറൊരു പാത്രത്തിലേക്ക്, ചെറിയ ഫീഡിംഗ് ബോക്സിലേക്ക് നമുക്ക് മാറ്റാനുണ്ട്. ആദ്യം നമ്മൾ അപ്പോൾ കുഞ്ഞുങ്ങളെ ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടാങ്കുകളിൽ പ്രശ്നം കാണിച്ച ടാങ്കുകളുണ്ടായിരുന്നു ഗപ്പികൾക്ക്. അപ്പോൾ ആ ടാങ്കുകളുടെ pH ഒക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. pH കൂടുതലാണോ കുറവാണോ, അപ്പോൾ നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തെറ്റില്ലാത്ത കുറച്ചെണ്ണം ഗപ്പി കുഞ്ഞുങ്ങളെ നമുക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫുൾ റെഡിൻ്റെ ടാങ്കിൽ നിന്ന്. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ റെഡിൻ്റെ ടാങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 4 മെയിലും 2 ഫീമെയിലും മാത്രമാണ് അവശേഷിക്കുന്നുള്ളത്. ഈ ഫീമെയിൽ ജസ്റ്റ് സ്കെൽറ്റായത് നമുക്ക് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമയം ഇപ്പോൾ വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ pH ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പോവാണ്. ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് pH ചെക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പും വൈകിട്ട് ഒരു 4 മണി 5 മണിക്ക് ശേഷമൊക്കെ ചെക്ക് ചെയ്യായിരിക്കും ബെറ്റർ. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ആ സമയത്താണ് കിട്ടുക. ഉച്ചക്കൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൽ വേരിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് pH ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ pH കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പല സുഹൃത്തുക്കളും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാനും പലരും പല രീതിയാണ് ചെയ്യാറുള്ളത്. നമുക്ക് കുറഞ്ഞു കഴിഞ്ഞ് കൂട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പസോഡ ഉണ്ടല്ലോ, അപ്പസോഡ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡോളോമൈറ്റ് യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരളവുണ്ട് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ pH നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ pH കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറക്കാനും ഒരുപാട് മാർഗ്ഗങ്ങൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട്. നമ്മൾ പൈനാപ്പിൾ കിഴി കെട്ടിയിടുന്ന പരിപാടി, അതുപോലെ തന്നെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക, ഇതൊക്കെ നാച്ചുറലായിട്ട് പലരും ചെയ്യുന്നതാണ്. പക്ഷേ വലിയ കുളങ്ങളിലൊക്കെ ഇതൊക്കെ എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. പല സുഹൃത്തുക്കളും പല രീതിയിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ആലം ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഇത് കുറയാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിനാഗിരി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ ഓരോ അളവുകളും കാര്യങ്ങളും ഉണ്ടോ, അതിനൊക്കെ അനുസരിച്ച് ചെയ്യണം. അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാർമേഴ്സിനോട് ചോദിച്ചിട്ട് അവരെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചിട്ട് അതിനനുസരിച്ചൊക്കെ ശാസ്ത്രീയപരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എങ്ങനെയാലും pH കൂടിയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. അപ്പോൾ pH കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പല മാർഗ്ഗങ്ങളുണ്ട്. അത് ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ pH കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് pH കുറഞ്ഞ വെള്ളം റീഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും pH കുറേയൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെയായാലും ഇപ്പോൾ സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞ് പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ ടാങ്കിലെ pH വാല്യൂ എന്താണെന്ന് നോക്കുക. നമ്മളൊരു 8ൻ്റെ താഴേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല. അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഈ സമയത്ത് pH കണ്ടില്ലേ, pH 8.9 ഒക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നല്ല കൂടുതലുള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 8ലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയായാലും ഈ വെള്ളം നമുക്ക് കുറച്ചൊന്ന് മാറ്റിയിട്ട് പുതിയ വെള്ളം ഒന്ന് റീഫിൽ ചെയ്ത് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് pH ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ടും pH വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സുർക്ക എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വിനാഗിരിയാണ് ഞങ്ങളിവിടെ സുർക്ക എന്ന് പറച്ചിൽ. ആ സംഭവം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം, കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫുൾ റെഡിൻ്റെ ടാങ്കിലെ വെള്ളം അങ്ങനെ കുറച്ച് കുറക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്കിൽ, അതായത് നമ്മളെ കിണറ്റിലെ വെള്ളം ടാങ്കിലേക്ക് പോയിട്ട് അതിൽ നിന്ന് ഒരു പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഒരു കപ്പിലെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. 5.7 ആ റേഞ്ചിലാണ് pH നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിപ്പോൾ ഏകദേശം ഈ ലെവലിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ ലെവലിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെള്ളമാണ്, അതായത് നമ്മുടെ ടാങ്കിലെ വെള്ളമാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കുന്നത്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് pH വാല്യൂ എത്രയിലാണ് എത്തിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ടാങ്കിലെ വെള്ളം റീഫിൽ ചെയ്തിട്ടുണ്ട്. ടാങ്കിലെ വെള്ളം തന്നെയാണ് നമ്മൾ റീഫിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് അങ്ങനെ കിടത്ത് വെള്ളം ശരിക്കും ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എയറേഷൻ ഇല്ല കൊടുക്കാൻ, എല്ലാത്തിനും ഒന്ന് സെറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ആ സെറ്റായി കഴിഞ്ഞ ശേഷം 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് pH ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുമുമ്പ് വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ മോർട്ടാലിറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാങ്ക് ഉണ്ടായിരുന്നല്ലോ.
ഈ മോർട്ടാലിറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്കിലെ അവസ്ഥ കാണിച്ചു തരട്ടോ. ഇതിൽ കണ്ട ഇവിടെ ഒരു ആള് ഡെഡായിട്ടുണ്ട്. രാവിലെ ഒരു കൊയഞ്ഞിക്കൊണ്ട് നടന്നിരുന്നൊരു സാധനം അത് ഇവിടെ ഡെഡായിട്ടുണ്ട്. എപ്പോൾ ഡെഡായതാണാവോ? അതിൻ്റെ ചുറ്റും ഒരു പഞ്ഞിക്കെട്ട് വന്നിട്ടുണ്ട്. ഡെഡായി കഴിഞ്ഞതിന് ശേഷം വന്നതുണ്ട് ആ പൂപ്പൽ പോലത്തെ ഒരു അവസ്ഥ. നമ്മളുടെ pH വാല്യൂ കണ്ടില്ലേ 6.1 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തേതിനേക്കാളും ഗപ്പികൾ ചെറിയ രീതിയിലൊരു മാറ്റം ഗപ്പികൾക്ക് കാണുന്നുണ്ട്. അതിൽ ആ 2 ഫീമെയിൽ ഒരു ഫീമെയിലിൽ നേരത്തൊക്കെ താഴെ അടിത്തട്ടിൽ പോയിക്കുന്ന അവസ്ഥ ഇപ്പോൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും വലുത് കാണിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ 6.1ലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ pH മാറ്റുന്ന സമയത്ത് നമ്മൾ കുറേ വെള്ളം ഒഴിവാക്കി കൂടുതൽ വെള്ളം നിറക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സംഭവം ചിലപ്പോൾ വർക്കൗട്ടായിരുന്നു. ഇപ്പോൾ 6.1 കാണിക്കുന്നത്. അപ്പോൾ ഗപ്പികൾ ആക്റ്റീവാണ്. നമ്മൾ ഇനി മറ്റേ അപ്പസോഡ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് കുറച്ച് കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടാൻ പറ്റും. pH പിന്നെ മേലേക്ക് വേണമെങ്കിൽ കയറ്റാം. പക്ഷേ അത് വീണ്ടും എത്രത്തോളം കയറി പോകുന്നുള്ളതല്ല. കാരണം കറക്റ്റ് അളവ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഒന്നും കൂടി സിമ്പിളാണ്. അപ്പോൾ ചെറിയൊരു പൊടിക്കായി വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യുമ്പോൾ അളവിൽ ചെയ്യണം. പക്ഷേ നമ്മൾ അളവ് നോക്കുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കറക്റ്റ് അളവ് അറിയില്ല. അപ്പോൾ വീഡിയോ കണ്ട് അനുകരിക്കരുത്. നിങ്ങളെ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ആരെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് അപ്പസോഡ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് എടുത്തിട്ടുള്ളൂ. ഇത് ചെറിയൊരു കപ്പാണ്. ഈ കപ്പിലേക്ക് എടുത്ത വെള്ളം ഫുൾ റെഡിൻ്റെ ടാങ്കിൽ തന്നെയാണ് നമ്മൾ ആ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ അപ്പസോഡ എടുത്തിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഈ അപ്പസോഡ കൂടുതൽ ഡോസേജ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ശ്രമിച്ച് നോക്കുന്നത്. സക്സസ് ആവുമോ ഇല്ലയെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കലക്കിയ വെള്ളം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണേ. എയറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പെട്ടെന്ന് മിക്സ് ആവും. നമ്മൾ ടാങ്കിൻ്റെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകട്ടെ. ഈ ടാങ്കിൽ നിലവിൽ മീനുണ്ട്. ചെറിയൊരളവിലുള്ള അപ്പസോഡ് ഇട്ടുള്ളത്. ഇത് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് pH ലെവൽ ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ തുടക്കത്തിൽ നേരത്തെ ഇതിൻ്റെ pH കുറക്കാൻ ശ്രമിച്ച സമയത്ത് വെള്ളം കുറച്ചിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്രയും വെള്ളം കുറക്കാതെ കുറേശ്ശെ നമ്മൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ pH നമുക്ക് സ്റ്റേബിളായിട്ട് നിർത്താമായിരുന്നു. പക്ഷേ pH നമ്മൾ ഉദ്ദേശിച്ച 7 അല്ലെങ്കിൽ 6.5 മേലേക്ക് ഉദ്ദേശിക്കും. പക്ഷേ അതിനും താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട്. അതേ നമ്മളിപ്പോൾ ഈ അപ്പസോഡ കുറച്ച് ചേർത്ത് കൊടുത്തത്. നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് pH ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡോളോമൈറ്റ് ഉണ്ടെങ്കിൽ ഡോളോമൈറ്റ് കുറച്ച് കിഴി കെട്ടി ഇട്ടാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ആ ഡോളോമൈറ്റ് എടുത്ത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനും കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്യാം. ഓപ്പൺ സ്പേസിലിരിക്കുന്ന കുറച്ച് ടാങ്കുകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ടാങ്കിലെ ഗപ്പികളുടെ ആക്റ്റീവ് വണ്ടിയിലെ നല്ല രീതിയിൽ ഓടിപ്പാഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ സ്പേസിൽ മഴ കൊള്ളോടത്തായിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഈ ഒരു ടാങ്ക് കഴിഞ്ഞ ദിവസം റിബൺ ടൈപ്പ് ഗപ്പികൾ കിടന്നിട്ടുള്ള ടാങ്കായിരുന്നു. ഈ ഒരു ടാങ്കിലെ pH നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ പഴക്കം ചെന്ന വെള്ളമാണ്. ഇതിൽ ഇന്ന് മീൻ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴവെള്ളമാണെങ്കിലും വീഴുന്ന സ്ഥലമാണ്. ഇതിലെ pH ഒരു 6.7 കാണിക്കുന്നുണ്ട്. ഇനി ചെറിയ വേരിയേഷൻ വന്നാലും 6.6ലേക്ക് വന്നിട്ടുണ്ട്. 6.5 താഴേക്ക് വരുന്നത്. അതുകൊണ്ട് 6.5 6.4 ആ റേഞ്ചിൽ pH നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിലെ ഗപ്പികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടെട്രാസൈക്ലിൻ കഴിഞ്ഞ ദിവസം കൊടുത്ത്, അത് കൂടാതെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മോർട്ടാലിറ്റി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്കെൽറ്റായിട്ട് നടക്കുന്ന ഗപ്പിനും കാണാനുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡെഡായ ഗപ്പിനെ എടുത്ത് നോക്കിയപ്പോൾ ഫംഗൽ പോലെ മുകളിൽ ഒരു പൂപ്പലും വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ റിസ്ക് എടുക്കാൻ പോവുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മൊത്തം ഗപ്പികൾ എടുത്തിട്ട് നമ്മൾ ഈ ഓപ്പൺ സ്പേസിലേക്ക് കണ്ടിടാൻ പോവുകയാണ്. ഈ ടാങ്കിലേക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കാം. പറ്റുകയാണെങ്കിൽ കുറച്ചൊരു കല്ലുപ്പ് ഇട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ബ്ലൂ ഉണ്ട്, അതും കുറച്ചിട്ടിട്ട് ആ ഒരു പരീക്ഷണം ഇന്ന് അങ്ങനെ പോട്ടെ. കാരണം ഇതിൽ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ കാര്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. 6.4ലേക്ക് നമ്മളെ pH കൊണ്ടുവരാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഇതേപോലെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി കൊണ്ടുവരണം. ഇപ്പോൾ കാണിച്ചപ്പോൾ നമുക്ക് 6.4 റേഞ്ചിലായിട്ട് നിൽക്കണേ. ഇപ്പോൾ കാണിച്ച സമയത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്നത് കാണാനും വേണ്ടിയിട്ടാണ്.
6.4 6.3 ആ ഒരു റേഞ്ച് വേരിയേഷനാണ്. ഇതിന് നിൽക്കുന്നിടത്തോളം ചെറിയ രീതിയിൽ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 6.3 ആണ് കാണിക്കുന്നത്. അപ്പോൾ എങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. മീനുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളൊക്കെ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് മിസ്റ്റർ ബ്ലൂ. ഇതിൽ എഴുതിയിട്ടുള്ളത് ഫോർ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതും കൂടി നമുക്കൊന്ന് പരീക്ഷ നോക്കേണ്ടത് കേട്ടോ. അതിലും കുറച്ച് തുള്ളികൾ ഇതിലേക്ക് എടുക്കട്ടെ. രണ്ട് 4 6 7 തുള്ളി നമ്മൾ ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫ്രിഡ്ജ് ബോക്സ് അല്ലേ, അപ്പോൾ നമ്മൾ 7 തുള്ളി ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതുകൊണ്ട് മാറാൻ കഴിയുകയാണെങ്കിൽ ഇതുകൊണ്ട് മാറട്ടെ. എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നമ്മുടേതായ വഴിയിലാണ് ചെയ്യുന്നത്. പല സുഹൃത്തുക്കളും പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞിരുന്ന അറിവ് വെച്ചിട്ട് നമ്മളും ചെയ്യാൻ ശ്രമിക്കുന്നു, ബെറ്ററാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. നമ്മൾ ഓരോ ദിവസം അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും വരും ദിവസങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.